നീറ്റ് പരീക്ഷ കഴിഞ്ഞു, റിസൾട്ട് വന്നു അല്ലേ? 600-ൽ കൂടുതൽ മാർക്ക് കിട്ടിയിട്ടുള്ള കുട്ടികളുണ്ടെങ്കിൽ പോലും അവർക്കും ഈ പറയുന്ന MBBSന്റെ സീറ്റ് കിട്ടാനുള്ള സാധ്യത മങ്ങി. 610 മാർക്ക് ഉണ്ടെന്ന് പറഞ്ഞാലും നീറ്റിന് നമുക്ക് ഗവൺമെന്റ് സീറ്റ് കിട്ടുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല എന്ന് തന്നെയാണ് മറുപടി. ഈ പ്രാവശ്യം 628 മാർക്ക് കിട്ടിക്കഴിഞ്ഞാലാണ് നമുക്ക് ഒരു ഗവൺമെന്റ് സീറ്റ് കിട്ടുക എന്നാണ് കണക്ക് കൂട്ടലുകൾ. അപ്പൊ ആ സാഹചര്യത്തിൽ എല്ലാവരും ചിന്തിക്കുന്ന ഒരു കാര്യം എന്താണ്? ഇനി ഒരു കൊല്ലം കളയണേക്കാട്ടും ഭേദം പൈസ കൊടുത്തായാലും നമുക്ക് MBBS പഠിക്കാം എന്നുള്ള ഒരു സാഹചര്യത്തിലേക്ക് പാരൻസ് മക്കളൊക്കെ മാറിക്കഴിഞ്ഞു. അപ്പൊ അവിടെ നമ്മൾ നോക്കുന്ന ഒരു കാര്യമാണ്, ഇന്ത്യയിൽ MBBS പഠിക്കാനായിട്ട് നല്ല കോളേജുകളിൽ പോയിട്ട് നമ്മൾ ഈ ഒരു സെൽഫ് ഫിനാൻസിങ് മോഡ് പറയുമ്പോൾ നമുക്ക് 1.5 കോടി രൂപയുടെ അടുത്താണ് ഫീസ് വരുന്നത്. ഈ 1.5 കോടി രൂപയുടെ പകുതി എമൗണ്ട് ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ വിദേശത്ത് പോയിട്ട് നമുക്ക് MBBS പഠിക്കാനായിട്ട് പറ്റും. ലിവിങ് കോസ്റ്റ്, ടോട്ടൽ കോസ്റ്റ് എല്ലാം വെച്ച് കഴിഞ്ഞാലും ഒരു 75 ലക്ഷം രൂപ ടോട്ടൽ വരും അല്ലേ? അപ്പൊ ഇത് ഈ സാഹചര്യത്തില് എല്ലാവരും ആശങ്കയാണ്. നെക്സ്റ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പരീക്ഷയ്ക്ക് എഴുതിയാൽ മാത്രമാണ് വിദേശത്ത് എവിടെയെങ്കിലും പോയി കഴിഞ്ഞ് നമുക്ക് ഇവിടെ വരാൻ പറ്റുള്ളൂ. പക്ഷെ നേരെ മറിച്ച് കേരളത്തിൽ വരാനെന്ന് വെച്ച് കഴിഞ്ഞാൽ 8ന്റെ പണിയാണ്. എന്താ കാരണം ഞാൻ 8ന്റെ പണി എന്ന് പറയാൻ കാരണം, 8 കാര്യങ്ങൾ ഉണ്ടാവണം കേരളത്തിലേക്ക് നമ്മൾ ആ ഒരു റീ എൻട്രി എന്ന് പറയുന്നത് പോസിബിൾ ആവണം എന്ന് വെച്ച് കഴിഞ്ഞാൽ. ഇതിന്റെ ഒരു വെബ്സൈറ്റ് ഉണ്ട്, automation.medicalcouncil.kerala.gov.in. ഈ വെബ്സൈറ്റില് നമ്മൾ 8 സ്റ്റേജ് ആയിട്ടുള്ള രജിസ്ട്രേഷൻ എന്ന് പറയുന്നത് പൂർത്തിയാക്കിയാൽ മാത്രമാണ് കേരളത്തിൽ നമുക്ക് പ്രാക്ടീസ് ചെയ്യാൻ പറ്റുള്ളൂ. നമ്പർ 1 എന്ന് പറയുന്നത് നമ്മളുടെ മെഡിക്കൽ ക്വാളിഫിക്കേഷൻ ആണ്. അംഗീകൃതമായിട്ടുള്ള സർവകലാശാലയിൽ നിന്നാണോ പഠിച്ചിട്ടുള്ളത്, ബ്ലാക്ക് ലിസ്റ്റഡ് യൂണിവേഴ്സിറ്റി ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ പോയി. നമ്പർ 2, വാട്ട് ഈസ് യുവർ എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ. Number 3, an eligibility certificate. Number 4, there should be a screening test. Number 5, what about your passport related documents. Number 6, മറ്റ് പരിശീലന യോഗ്യതകൾ. Number 7, uploading all the documents. And the last point is സത്യപ്രസ്താവന അല്ലേ? I hereby declare that ഞാൻ എഴുതിയിട്ടുള്ള ഈ above mentioned ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം ശരിയാണ് എന്നിട്ട് പേര് എഴുതി ഒപ്പിടാം. അങ്ങനെ 8 കാര്യങ്ങളും നമ്മൾ ക്ലിയർ ആണെങ്കിൽ ആ വെബ്സൈറ്റിൽ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാലാണ് നിങ്ങൾക്ക് കേരളത്തിൽ ഒരു രജിസ്ട്രേഷൻ എന്ന് പറയുന്നത് പോസിബിൾ ആവും. നമുക്കറിയാം FMG, അതായത് ഫോറിൻ മെഡിക്കൽ ഗ്രാജുവേഷൻ എന്നാണ് നമ്മൾ അതിനെ പറയാം. അവിടെ ഇതിനു വേണ്ടിയിട്ടുള്ള രജിസ്ട്രേഷൻ ഫീസ് എന്ന് പറയുമ്പോൾ നമ്മൾ 15,000 രൂപ രജിസ്ട്രേഷൻ ഫീസ് അടയ്ക്കണം. NOC എന്ന് പറയും ഇല്ലേ, നോ ഒബ്ജക്ഷൻ സർട്ടിഫിക്കറ്റ് കിട്ടാൻ 1,500 രൂപ ഫീസ് അടയ്ക്കണം. അതേപോലെ ഗുഡ് സ്റ്റാൻഡിങ് സർട്ടിഫിക്കറ്റ് എന്ന് പറഞ്ഞിട്ട് 5,000 റുപ്പീസ് നമ്മൾ പേ ചെയ്യണം. എന്നാലൊക്കെയാണ് നമുക്ക് ഇതിന്റെ പ്രോസസ്സിംഗ് എന്ന് പറയുന്ന അടുത്ത ഘട്ടത്തിലേക്ക് കടക്കാനായിട്ട് പറ്റാം. ഇവിടെയും നമ്മൾ വീണ്ടും 7 ഡോക്യുമെന്റ്സ് നമ്മൾ ഇതിലേക്ക് കൊണ്ടുവരണം. അതിലേക്കാണ് നിങ്ങളുടെ ശ്രദ്ധ ഞാൻ തിരിക്കുന്നത്. 7 ഡോക്യുമെന്റ്സ്. നമ്പർ 1, അപ്ലിക്കന്റിന്റെ സൈൻഡ് ആയിട്ടുള്ള ഒരു അക്നോളജ്മെന്റ് ഫോമാണ്. നമ്പർ 2 എന്ന് പറയുന്നത് എംബസി അറ്റസ്റ്റേഷൻ ആണ്. നമ്പർ 3 എന്ന് പറയുന്നത് സംസ്ഥാന സർക്കാരിന്റെ ഗസറ്റഡ് ഓഫീസറിന്റെ സർട്ടിഫിക്കറ്റ് ആണ്. നമ്പർ 4 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 സെറ്റ് എലിജിബിലിറ്റി സർട്ടിഫിക്കറ്റ് ആണ്. നമ്പർ 5 എന്ന് പറയുന്നത് നിങ്ങളുടെ പാസ്പോർട്ട് ആണ്. നമ്പർ 6 എന്ന് പറയുന്നത് 3 പാസ്പോർട്ട് സൈസ് ഫോട്ടോ ആണ്. അത് നമ്മുടെ കയ്യിൽ ഉണ്ടാവും അല്ലേ? ആൻഡ് ദ ലാസ്റ്റ് വൺ ഈസ് നോട്ടറി അറ്റസ്റ്റേഷൻ. വെറുതെ നമ്മൾ പേര് എഴുതി ഒപ്പിട്ടാൽ പോരാ, നമ്മളുടെ ഒരു സത്യപ്രസ്താവന എന്ന് പറയുന്നത് നോട്ടറി അറ്റസ്റ്റേഷനും വേണം. അപ്പൊ പറഞ്ഞു വന്നത് ഇത്തരത്തിലുള്ള എല്ലാ കാര്യങ്ങളും ഉണ്ടെങ്കിൽ മാത്രമാണ് നിങ്ങൾ വിദേശ രാജ്യത്ത് എവിടെയെങ്കിലും നിങ്ങൾ പോയി പഠിച്ചാലും നിങ്ങൾക്ക് തിരിച്ച് കേരളത്തിൽ പഠിക്കാനായിട്ട്, അതായത് കേരളത്തിൽ നിങ്ങൾക്ക് ഒരു PG ചെയ്യണോ, കേരളത്തിൽ നിങ്ങൾക്ക് അവിടെ നിങ്ങൾക്ക് വർക്ക് ചെയ്യണോ, പ്രാക്ടീസ് ചെയ്യണോ, അതിനൊക്കെ തന്നെ ഇത് നിർബന്ധമാണ്. ഇനി എൻ്റെ ഒരു പേഴ്സണൽ സജഷൻ ഞാൻ പറയുകയാണ്.
ഇന്ത്യയിൽ തന്നെ നിങ്ങൾ ഈ പ്രാക്ടീസ് ചെയ്തു, നിങ്ങൾ ഇന്ത്യയിൽ തന്നെ MBBS പഠിച്ചു എന്ന് വിചാരിക്കുക. പോസ്റ്റ് ഗ്രാജുവേഷൻ നിങ്ങൾ അബ്രോഡ് പോയി പഠിച്ചോ, എങ്ങാനും ഈ പറയുന്ന കാര്യങ്ങളെല്ലാം സാറ്റിസ്ഫൈ ചെയ്തില്ലെങ്കിൽ നിങ്ങൾ ആ പഠിച്ച ടൈം നിങ്ങളുടെ വേസ്റ്റ് ആയി പോകും അല്ലേ. അപ്പൊ അത് കാരണം കൊണ്ട് പ്രാക്ടിക്കലി തിങ്കിങ് ഇന്ത്യയിൽ അണ്ടർ ഗ്രാജുവേഷൻ പഠിച്ച് വിദേശത്ത് എവിടെ വേണമെങ്കിലും നിങ്ങൾ പോസ്റ്റ് ഗ്രാജുവേഷൻ പഠിച്ചോ, യാതൊരു പ്രശ്നവുമില്ല. ബേസ് നമ്മുടെ സ്ട്രോങ് ആണല്ലോ അല്ലേ. അപ്പൊ അങ്ങനെയാണ് നമ്മൾ ഈ പറയുന്ന MBBS പഠിച്ചു കഴിഞ്ഞിട്ടുള്ള ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഒരു റീ എൻട്രി കേരളത്തിലേക്ക് വരുന്ന സമയത്ത് അവരെന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധയിൽപ്പെടുത്തേണ്ടത്, എങ്ങനെയാണ് അവർക്ക് രജിസ്ട്രേഷൻ എന്ന് പറയുന്നത് കംപ്ലീറ്റ് ആവേണ്ടത് എന്നുള്ളതാണ് ഇപ്പൊ ഞാൻ പറഞ്ഞത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക. ഓക്കെ ദെൻ താങ്ക് യു, ഓൾ ദ ബെസ്റ്റ്.